ഇതിപ്പോ ദിവസം എത്രയെന്ന് ഓർത്തിട്ടാണ്. ചിട്ടി ചേർന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ആദ്യത്തെ കഴിഞ്ഞർക്ക് അവരെടുക്കും, രണ്ടാമത് കിട്ടണാക്കി 20 ദിവസത്തിനുള്ളിൽ മുഴുവൻ പൈസയും കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം 20 ദിവസവും കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞ് എൻ്റെ പൈസക്ക് മാത്രം ഒരു തീരുമാനമില്ല. ഞാൻ തങ്കത്തിനെ വിളിച്ച്, അവൾ ഫോൺ എടുക്കണില്ല. ക്ലീറ്റസിനെ വിളിച്ച്, അവൻ മിണ്ടനില്ല. എൻ്റെ പൈസക്കാർ തീരുമാനം ഉണ്ടാക്കും. നീ ഒന്ന് പറ, എന്താ നീ മിണ്ടാതിരിക്കണേന്ന്? എടാ ഞാൻ എന്താ മിണ്ടണത്? ഞാനാ കുറി വെച്ചത് തങ്കല്ലേ. തങ്കം കുറി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നീ നയിക്കുന്ന നറുക്കുവാണെന്ന് പറഞ്ഞിട്ട് ചാടി കയറിയിട്ട് കൂടാൻ നിൽക്കേണ്ട കാര്യം എന്ത്? എടാ തങ്കം എന്ന് പറഞ്ഞാൽ കണ്ണീ കണ്ടവരല്ല, നിന്റെ പെങ്ങളല്ലേ, വേറെ ആരുമല്ല. നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ അതിൽ ചേർന്ന. നാട്ടിൽ കുറിയില്ലാഞ്ഞിട്ടാണാ? എടാ എന്നെ വിശ്വസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലല്ലോ കുറി വെച്ചത് അല്ലേ? തങ്കം എന്ന് പറയണത് എൻ്റെ പെങ്ങളാണ് ശരി, പക്ഷേ തങ്കത്തിൻ്റെ ഭർത്താവ് ആരാണ്? അത് ക്ലീറ്റസ് അല്ലേ? ക്ലീറ്റസിന്റെ സ്വഭാവം എന്താണെന്ന് എന്നേക്കാൾ കൂടുതൽ നിനക്ക് അറിയാലോ. എടാ കനക, ക്ലീറ്റസ് ഇതിൽ ഇടപെടൂല. അവള് കുടുംബശ്രീ പെണ്ണുങ്ങളെയും കൂടി ചേർത്തിട്ടാണ് ഇത് നടത്തണേന്ന് പറഞ്ഞ്. നിന്റെ പെങ്ങളായതുകൊണ്ടും നിന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ടല്ലേ ഞാൻ അതിൽ പങ്കെടുത്ത. എനിക്കിപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഞാൻ ഈ കുറി കിട്ടിയിട്ട് 50,000 രൂപ വെച്ചിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു പോയി. കിട്ടിയെന്ന് ഞാൻ പറയുകയും ചെയ്ത്. അന്ന് തൊട്ട് തലക്ക് വെളിവ് വന്നിട്ടില്ല. സർപ്രൈസ് അവിടെ കുറി കിട്ടിയ കാശ് വേറെ വല്ലയിടത്തും കൊണ്ടുപോയി കൊടുത്താ. എനിക്കിപ്പോൾ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ ഇതൊന്ന് ഇടപെട്ട് വാങ്ങിത്താ. ഇതുപോലുള്ളൊരു തട്ടിപ്പാണ് എന്നുള്ളത് ക്ലീറ്റസ് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ആണ് കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുള്ളത്. ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാം, വെറുതെ എന്തെങ്കിലും സംസാരം ഉണ്ടാവും, പിന്നെ അത് വലിയ വിത്തനയോ. എന്തിനാണ് നിൽക്കുന്നത്? കനക, നിന്റെ വീട്ടിലൊരു പരിപാടി തുടങ്ങിയാണ്. അപ്പം അതിൽ സഹകരിക്കണ്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ സഹകരിച്ചത്. നമുക്ക് പിന്നെ ബാക്കി വന്ന കാശിൽ എന്തെങ്കിലും ഒരു ആദായം ഉണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. ഇപ്പം ഇതിങ്ങനെ കുരിച്ചാവുമെന്ന് ഞാൻ കരുതിയാ. പൈസയൊക്കെ തരുമായിരിക്കും ചിലപ്പോൾ. അവൻ എന്തെങ്കിലും എങ്ങനെയൊക്കെ എടുത്ത് മറിച്ചിട്ടുണ്ടാവും. അതാണ് സംഭവം. കനക, എന്തിനാ മറിക്കണം? ആദ്യത്തെ 50,000 രൂപ കഴിഞ്ഞിറക്കം അവരുടെ കയ്യിലില്ലേ? പിന്നെ രണ്ടാമത് കിട്ടിയാക്ക് സമയത്തിന് കൊടുക്കണ്ടേ? പിന്നെ അതും കൂടി എടുത്ത് മറിക്കാൻ നിൽക്കണേ എന്തിനാ? ഭാര്യയുടെ കയ്യിൽ ഒരു 50,000 കൂടെ ഉണ്ടെങ്കിൽ എടുത്ത് മറിക്കാൻ അവന് വേറെ ആരോടെങ്കിലും ചോദിക്കണോ? വേണ്ടല്ലോ. ഇതെന്തൊരു കഷ്ടമായി പോയി. ഇവനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത മാർഗമല്ലേ. നീ ഒരു കാര്യം ചെയ്യടാ, ചെന്ന് ചോദിക്ക്. അതിനെന്താ കുഴപ്പം? വീട്ടിൽ ചെന്ന് ചോദിക്ക്. കുറി കിട്ടിയതാണ്, എനിക്ക് എൻ്റെ പൈസ എന്ന് പറ. എനിക്ക് ചോദിക്കാൻ അറിഞ്ഞുകൂടാനിട്ടൊന്നുമല്ല. നിന്റെ വീട്ടിലെ ആ സൈസ് എനിക്ക് എടുക്കാൻ പറ്റൂല. നമ്മ തമ്മിലുള്ള ബന്ധം നശിക്കും. അതുകൊണ്ട് മാത്രമേ ഞാൻ ചോദിക്കാത്തത്. എടാ, ഈ കുറിയുടെ പൈസ ചോദിക്കുന്നത് ബന്ധം തമ്മിൽ എന്താണ്? നീ കുറിയിൽ ചേർന്നതല്ലേ, നിനക്ക് കുറി കിട്ടി. ആ പൈസ നീ ചോദിക്കുകയും വേണം, വാങ്ങിക്കുകയും വേണം. എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധത്തിന് എന്താ പ്രശ്നം? ഞാൻ എന്തേലും ഏറി മാറി പറഞ്ഞാൽ നമ്മുടെ ബന്ധത്തിന് അത് കോട്ടം ചെയ്യാതെ ഒരു കുഴപ്പമില്ലാന്ന്. നീ പൈസ ചോദിക്കുക, വേണമെങ്കിൽ ഞാനും വരാം. നീ എൻ്റെ കൂടെ വാ. അത് ന്യായമായിട്ടൊന്ന് അതിലിടപെട്ട് എനിക്ക് മേടിച്ചതാ. എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം വാങ്ങി കൊടുക്കാന്ന് ഏറ്റുപോയി. അതുകൊണ്ടാണ്. അല്ലെ ഒരാഴ്ച കൂടി കഴിഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്തായാലും ചോദിക്ക്, ഞാൻ വീട്ടിലുണ്ടാവും. ഞാൻ ഐസിൽ വരാം. അതാണല്ലേ. വന്നോ? പൈസ കിട്ടിയില്ലേ ക്ലീറ്റ? വേഗം ആ ഫാസിലിനെ വിളിച്ചേ. അവൻ കർണത്തിന് സ്വരം തന്നിട്ടില്ല. ഫോൺ വിളിയോട് ഫോൺ വിളി. പൈസ റെഡിയായിന്ന് പറ. ക്ലീറ്റോ, ഫാസിലിനെ വിളിക്കാൻ. എന്താ ക്ലീറ്റോ? എന്താ? ഷൺമുഖം അവൻ എന്നെ പറ്റിച്ചത്. ഏത് ഷൺമുഖം? നമ്മുടെ ചിട്ടിയുടെ കാശ് കൊടുത്തിരുന്നില്ലേ, അവൻ ഷൺമുഖം. എന്താന്ന്? അവനിവിടെ എങ്ങുമില്ല. ക്ലീറ്റോ എന്തേ പറയണ? 1,00,000 രൂപയാ? എന്തെങ്കിലും നിസ്സാരായിട്ട് പറയണേ ക്ലീറ്റോ? എന്ത് പൊട്ടിച്ചു നീ പറയണ? അയാൾ എവിടെ? അയാൾ അവിടെ ഒന്നുമില്ല. അയാൾ നാട്ടിലേക്ക് സേലത്തേക്ക് പോയി. ഫോൺ ചെയ്യും ക്ലീറ്റോ. വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആതല്ലോ. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ക്ലീറ്റോന് അവരുടെ ബന്ധുക്കാരെയോ കൂട്ടുകാരെയോ ആരെങ്കിലും അറിയോ അയാളുടെ? അയാൾക്ക് ഇവിടെ ആരുമില്ല. പിന്നെ നിങ്ങൾ എന്തുദ്ദേശത്തിലാ പൈസ എടുത്തു കൊടുത്തത്? 1-2 രൂപയല്ല, 1,00,000 രൂപയാ. നിങ്ങൾ എന്തൊക്കെ ക്ലീറ്റോ ഈ കാണിച്ചു വെക്കണേ? എന്റെ ദൈവം. പാർട്ടിയിലുള്ള നടരാജ പൈസ കൊടുത്തപ്പോ അയാൾ കൃത്യമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞോണ്ടാ ആ വിശ്വാസത്തിലാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾ ഇങ്ങനെ എല്ലാവരും വിശ്വസിക്കണേ? എന്താ ദൈവമേ, ഞാനിനി പൈസക്ക് എവിടെ പോകും? ആ ഫാസിൽ കർണത്തിന് സ്വയം തന്നിട്ടില്ല. ഈ നേരം വരെ അയാൾ വിളിച്ചോണ്ടിരിക്കായിരുന്നു. അയാൾക്ക് പൈസ കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ക്ലീറ്റോ ചെയ്യണത്? പൈസ എടുത്തിട്ടുണ്ടോ അവിടെ നിന്നാന്ന് വെച്ചാൽ എനിക്ക് ഒന്നും അറിയണ്ട. ഞാൻ അവന് വിശ്വസിച്ചു പോയി. നിങ്ങൾ എന്നെ കുറിച്ചൊന്നും ചിന്തിക്കായിരുന്നില്ലേ ക്ലീറ്റോ?
ഒരു വിശ്വാസമില്ല. ആരോ ഒരാൾ പറഞ്ഞത് പറഞ്ഞ് ഇത്രയും പൈസ ഒരാൾക്ക് എടുത്തു കൊടുക്കുവാണോ വേണ്ടേ? നിങ്ങൾ ഉറപ്പ് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇതിന് സമ്മതിച്ചത്. ബാങ്കിലിടാന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞല്ലേ. ഇനി ഇത് പറഞ്ഞിട്ട് എനിക്ക് കനകന്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റുമോ? അമ്മയുടെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? ഒരു കൊല്ലൂല്ല എന്നെ. 100 പ്രാവശ്യം പറഞ്ഞത് അവർ നിങ്ങളെ കൂട്ടല്ലേ എന്ന്. എന്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ പിന്നെയും ചെന്ന് ചാടും. എനിക്കൊന്നും അറിയണ്ട. എനിക്ക് എവിടെ നിന്നാന്ന് വെച്ചാൽ പൈസ എടുത്തിട്ട് വന്നെ. ആരെങ്കിലും കൊല്ലോ ജീവിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പൈസ എടുത്തിട്ടോ ക്ലീറ്റോ കളിക്കരുത് എൻ്റെ അടുത്ത്. 20-ാം തീയതി അവൻ പൈസ തരാൻ വേണ്ടി ഞാൻ അവനെ വിളിച്ചതാ. അപ്പം എന്നോട് പറഞ്ഞു 5 ദിവസം കൂടെ കിടന്ന 1,000 രൂപ അധികം തരാമെന്ന്. ഇപ്പൊ പോയില്ലേ? എന്നിട്ട് 5000 രൂപയുടെ എനിക്ക് വാലോർക്കുന്ന് ഞാനാണ് ഫാസിലാണ് തുറന്നേ. വാലോർക്ക് ഞാനാണ് ഫാസിലാണ്. പൈസ പോയിന്ന് പറ. ഞാനില്ല, ഞാൻ എവിടെയും പോയി. തങ്കം ഞാനാ ഫാസിലാണ്. വാലു പറഞ്ഞേ. നീ എന്ത് കളിയാണ് തങ്കി കളിക്കണത്? നീ എന്നോട് എന്താ പറഞ്ഞത്? കുറി കിട്ടിയ 20 ദിവസം കഴിഞ്ഞിട്ട് പൈസ മുഴുവൻ തരാന്നല്ലേ? ഞാൻ ഒരാഴ്ചയായി നിന്റെ ഫോണിൽ കിടന്ന് വിളിക്കണം. എന്താ ഫോൺ എടുക്കാത്തത്? ആ പൈസനെ കൊടുക്ക്, കളിക്കാൻ നിൽക്കാതെ. അവന് കുറി കിട്ടിയല്ലേ? നീ ഒന്നിങ്ങ് വന്നേ. എന്ത് കനക, നീ ഒന്നിങ്ങ് വാ. അപ്പൊ എന്താ പൈസ കൊടുക്കാത്തന്ന്? പൈസ തരാം. ബാഗ് കൊടുത്തുണ്ടോ? എനിക്ക് കിട്ടിയിട്ട് ആവശ്യമുള്ളതാണ്. കനക, നീ ഒന്നിങ്ങ് വന്നേ. അതിന് കനകൻ എന്തിനാണ്? എന്താണ് എന്തായി കിട്ടിയ? അതെ, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? എൻ്റെ പൈസ ഇങ്ങോട്ട് തരണേനിപ്പ? പൈസയ്ക്ക് നമുക്ക് വഴി ഉണ്ടാക്കാം. ഇന്ന് നടക്കില്ല. നീ പോയിട്ട് നാളെ ഇങ്ങ് വാ. ഇന്ന് കിട്ടൂലേ? നീ ഏറ്റാ വാ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. തരികട കാണിച്ചിട്ടാണെങ്കിലും ഫാസിലിൻ്റെ നമ്പർ ആദ്യം വീണത് നന്നായി. വേറെ വല്ലവർക്കാണ് ഈ ചിട്ടി ഫസ്റ്റ് കൊടുക്കേണ്ടി വന്നെങ്കിൽ അവർ 50,000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാനെ. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ലേ? അമ്മാവൻ എന്ത് വർത്താനോട് ഈ പറയണ? ഈ കുറി കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ അവൾക്ക് പാദസരം മേടിച്ചു കൊടുക്കാൻ നേറ്റൊക്കെയാണ്. അപ്പൊ എനിക്ക് വീട്ടിലൊക്കെ അല്ലണ്ടേ? എടാ ഫാസില് പാദസരല്ലേ. ഇപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അർജന്റ് ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ആ വർത്താനൊന്നും അമ്മാവൻ പറയണട്ടെ. എനിക്ക് എന്റെ 50,000 രൂപ ഇപ്പൊ കിട്ടണം. എന്തൂട്ടാ കനകളി പറയണ? ഫാസിലെ നീ ഒന്ന് മനസ്സിലാക്ക്. ഇവർ ഈ കുറി മുന്നോട്ട് കൊണ്ടുപോയാലത്തെ അവസ്ഥ എനിക്കറിയാലോ. ഇവരെ കൊണ്ട് അതിന് പറ്റില്ല. ഞാൻ അവന്റെ കൂടെ അല്ലല്ലോ, തങ്കത്തിന്റെ കൂടെ അല്ലേ കുറി ചേർന്നത്. ആ അതിപ്പോ അവളെ പറഞ്ഞാൽ മതി. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഞാൻ എന്തായാലും ഈ കുറി ഇവിടെ വെച്ചിട്ട് നിർത്താൻ പോവാണ്. കുറി നിർത്തണ? അതെ. അപ്പൊ എന്റെ 50,000? 50,000 എന്തിനെ? നീ ചെലവാക്കിയ 4,000 ഉറുപ്പ്യ എനക്ക് തരും. അതുപോലെ ഈ ചിട്ടിയിലെ പങ്കെടുത്ത എല്ലാവർക്കും 4,000 ഉറുപ്പ്യ വെച്ചിട്ട് 1,00,000 ഉറുപ്പ്യ ഞാൻ അങ്ങോട്ട് തരും. ഈ കുറി ഇവിടെ വെച്ച് അങ്ങോട്ട് അവസാനിപ്പിക്കും. കനക കുറി നിർത്തി. നീ എന്തോന്നും മിണ്ടാത്തത്? ഞാനെന്താ പണ്ടോ? ഞാനല്ലല്ലോ കുറി വെച്ചത്. അമ്മാവാ, നന്ദിയുണ്ട് അമ്മാവാ. ഇവന് ഏത് പോർക്കാണ്? കുറി നിർത്തിയതിന് നന്ദി പറയണ? അവന്റെ ഒരു നന്ദി ഒന്നും എന്നോട് പറയണ്ട, നിന്റെ അമ്മായിയോട് പറയടാ. എടാ, നീ രാവിലെ ഉണ്ടല്ലോ വെള്ളയും ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങും ചവയനങ്ങാതെ ജീവിക്കാൻ വേണ്ടി. അവളാണെങ്കിൽ കഷ്ടപ്പെട്ടെങ്കിലും തച്ചെങ്കിലും ചിറ്റെങ്കിലും പാട്ടമെങ്കിലും കുടുംബം നോക്കാൻ നോക്കും. നീ അത് നശിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾക്കിനി എൻ്റെ പെൻഷൻ കാശിൽ 10 പൈസ നിങ്ങൾക്ക് തരത്തില്ല. എടാ, നീ ഉണ്ടാക്കി വെച്ച ഈ കട യവനാ വീട്ടുന്നത്. അതുകൊണ്ട് അത് തീരുന്നത് വരെ നിങ്ങൾക്ക് ഒരു പൈസയും തരുന്നില്ല. യവനാ ഞാനത് കൊടുക്കാൻ പോകുന്നു. 2 കൊല്ലോ? 2 വർഷമൊന്നല്ല. നിങ്ങൾക്ക് ഇനി ഒരു കാലത്ത് ഞാൻ ഒരു പൈസയും തരാൻ പോകുന്നില്ല. Alien versus Alien.